ഹായ്. അപ്പോൾ നമുക്ക് ഇന്നൊരു വണ്ടി ഡെലിവറി എടുക്കാൻ പോകാം കേട്ടോ. ബാ. ഇന്ന് നമ്മൾ ഡെലിവറി എടുക്കാൻ പോകുന്ന വണ്ടിയും ബുള്ളറ്റ് 350 ആണ്. അങ്ങനെ ഞാൻ എൻ്റെ വണ്ടി ഒന്ന് എടുത്തിട്ട് നേരെ നമ്മുടെ പയ്യനെ കൂട്ടാനായിട്ട് പോയി. ഈ നടന്നു വരുന്ന മുതലാണ് ഇന്ന് വണ്ടി എടുക്കാൻ പോകുന്നത്. ആ മുഖത്തെ സന്തോഷം നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ അല്ലേ. അപ്പം ഞങ്ങൾ നേരെ ഷോറൂമിൽ ചെന്ന് കോട്ടയം മണിപ്പുഴയിലുള്ള കോൺകോ റൈഡേഴ്സിൽ നിന്നാണ് നമ്മൾ വണ്ടി എടുക്കുന്നത്. അങ്ങനെ ഫ്രണ്ട്സും ഫാമിലിയും എല്ലാവരും വന്ന് നമ്മൾ നേരെ ഷോറൂമിനകത്തോട്ട് കയറി. പക്ഷേ കുറച്ച് നേരം വെയിറ്റിംഗ് ടൈം ഉണ്ടായിരുന്നു, കുറച്ച് പേർപ്പേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ വണ്ടി ഒന്ന് വരണമായിരുന്നു ഇങ്ങോട്ട്. ഇതവൻ്റെ ഫാമിലിയാണ്. പിന്നെ ഞങ്ങൾ കുറച്ച് അത്യാവശ്യം ഫ്രണ്ട്സും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വണ്ടി എടുക്കാനായിട്ട്. അപ്പോൾ ടൈം കുറച്ചാകുന്നതുകൊണ്ട് തന്നെ ഇവന്മാർ കുറച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ അങ്ങ് ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് ഞാൻ ഈ മുതലിനെ കണ്ടത്. ഞാൻ ഇവനെ കണ്ടങ്ങ് ആസ്വദിച്ച് നിന്ന സമയത്ത് എൻ്റെ കണ്ണ് പോയത് ഇവനിലേക്കാണ്. ഇതെന്താ മുതലെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ, നമ്മുടെ ഹിമാലയൻ 450. ആദ്യം എനിക്കിത് ഇഷ്ടമേ അല്ലായിരുന്നു. പക്ഷേ ഇവിടെ ഇവൻ്റെ കൂടെ ബുക്ക് ചെയ്യാൻ വന്നപ്പോൾ ഞാനൊന്ന് ടെസ്റ്റ് ഡ്രൈവ് അടിച്ച് അന്ന് തൊട്ട് എൻ്റെ ഡ്രീം ബൈക്കായിട്ടുണ്ട്. എന്താണെങ്കിലും ഇവനെ എടുക്കണം. അങ്ങനെ കുറച്ച് നേരം ഞങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങളുടെ ചെറുക്കൻ്റെ വണ്ടി ഇങ്ങി വന്ന് അങ്ങനെ നമ്മൾ കർട്ടൻ റൈസറൊക്കെ ചെയ്ത് എല്ലാവരും ഹാപ്പിയായി. കുറച്ച് നേരം ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്ത് അങ്ങനെ നിന്നു. അവസാനം നമുക്ക് കീ കയ്യിലോട്ട് കിട്ടി. അങ്ങനെ അവൻ്റെ വലിയൊരു ആഗ്രഹം ഇന്ന് സാധിച്ച്. അങ്ങനെ ഞങ്ങൾ വണ്ടി നേരെ വെളിയിലോട്ട് ഇറക്കുവാണ്. അവൻ പതുക്കെ വെളിയിലോട്ട് അങ്ങ് ഇറക്കി. അങ്ങനെ ഞങ്ങളെല്ലാവരും കുറച്ച് നേരം വണ്ടിയെ ചുറ്റിപ്പറ്റി നിന്ന് അവൻ്റെ കുറച്ച് ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുത്ത് ലാസ്റ്റ് ഒരു നാരങ്ങയും കൂടെ ആ വീലിനടി വെച്ചിട്ട് ഒന്നും കൂടെ വണ്ടി എടുത്ത് അതങ്ങ് പൂർത്തിയാക്കി. പിന്നെ വരുന്ന വഴിക്ക് നേരെ നമ്മുടെ മാതാവിനെ ഒന്ന് കണ്ട് അവനൊന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് ഇനിയിപ്പോൾ നാളെ കൊണ്ടുപോയിട്ട് അവന് ഒന്ന് വെഞ്ചരിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.